നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിമാസ ബില്ലിലേക്ക് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ അതിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കൊരു ചായക്കടയാണുള്ളത്, അവിടേക്ക് നമുക്കൊന്ന് വരിക. ചേട്ടാ, ഈ കറണ്ട് ബില്ല് കൂട്ടിയതൊക്കെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ല? ഇല്ല, അറിഞ്ഞില്ല. 16 വയസ്സേ കൂട്ടി. 16 വയസ്സ് യൂണിറ്റിന്. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ഒരിതാണ് ഈ കറണ്ട് ചാർജ് കൂട്ടിയത്. മാസം എത്ര ബില്ല് വരാറുണ്ട്? വീട്ടിലൊക്കെ ആണെങ്കിൽ 2000 രൂപ വരും, കടയിലാണെങ്കിൽ 1500 വരും. അങ്ങനെ ഡബിളാണ്, കാശ് കൂടുതലാണ്. കച്ചവടത്തിന്റെ ചെലവ് കൂടും. കച്ചവടത്തിന് ചിലവ് കുറയും. ഭക്ഷണത്തിന്റെ കാശൊക്കെ കണ്ടുപില്ലടക്കേണ്ടി വരും. പിന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്, ഇത് സഹിക്കണം. അത്രോട് ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി തന്നെയല്ലേ. എന്ത് പറയാനാണ്, ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. എന്ത് പറയാൻ? ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്ന ഒരു കടയുണ്ട്. ചേട്ടാ, കറണ്ട് ബില്ലൊക്കെ കൂടുക, ചാർജ് കൂട്ടിയിട്ടുണ്ട്, അറിഞ്ഞോ? അറിഞ്ഞില്ല. ഇല്ല. ഇപ്പൊ എത്ര ബില്ല് വരുന്നുണ്ട്? ഇപ്പൊ 4500 വന്നിട്ടുണ്ട്. 4500. അതിലും കൂടും. യൂണിറ്റിന് 16 പൈസയാണ് കൂടുന്നത്. അയ്യോ, അപ്പൊ ഇനി അടിക്കുമ്പോ 5000 6000 കിട്ടാൻ വരുമോ? വരാം. എന്ത് ചെയ്യാൻ? അപ്പൊ ഇനി കാശ് കൂട്ടിയില്ലേ പറ്റത്തുള്ളൂ. ഇല്ലേ, കാശ് കൂട്ടാൻ പാടില്ല, കസ്റ്റമർ സമ്മതിക്കില്ലല്ലോ. നമുക്ക് വേറെങ്കിലും ചെയ്യാൻ. എത്ര നാളായി ജോലി ചെയ്യുന്നു? ഇപ്പം ഞാൻ 1 വർഷം ആയിട്ടുണ്ട്. ഇതുവരെയുള്ള വരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിച്ചു പോകാൻ പറ്റുന്നതായിരുന്നോ? ഇല്ല, ഇതുവരെ കുറച്ച് ഇപ്പം സ്റ്റാർട്ടിങ് ടൈമാണ്, കുറച്ച് അത്ര കൊണ്ട് ഇല്ലത്. ഇനിയും അപ്പം വരുമാനത്തിൽ നിന്നായിരിക്കും ഈ അധിക ചെലവ് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? ഫുഡ് കളിക്കണം, പിന്നെ റൂം വാടക എല്ലാം കൂടി വരുന്നുണ്ട്. അല്ലേ, ഇതാണ് ഒരു അവസ്ഥ. 4500 മാസം ആണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കറണ്ട് ചാർജ് കൂട്ടിയാൽ അറിഞ്ഞതുപോലുമില്ല. ഇനി അത് കൂട്ടിയ തുക കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമേഴ്സും പിന്മാറും. അപ്പോൾ ആ ജീവിതത്തോടെ പ്രതിസന്ധിയാവും. അപ്പം ജനങ്ങളെ പല രീതിയിലാണ് ഈ വൈദ്യുതി ചാർജ് വർധനവ് ബാധിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് പലർക്കും അറിയില്ല ഇങ്ങനെ വൈദ്യുതി ചാർജ് കൂട്ടി എന്നുള്ള കാര്യം ഇതുവരെയും അറിഞ്ഞില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും ഇറിറ്റേറ്റ് തന്നെയാണ്.